അതറിഞ്ഞു പേടിച്ചു പോയി. ഇത് മൊത്തം മുള്ളമ്പി ഈ പ്ലാവില അതേ പ്ലാവില ഞാൻ വീട് നോക്കി ഇതൊക്കെ മറ്റേ ചവിട്ടിപ്പറിച്ചിട്ടേക്കുന്നുണ്ടോ. ഇങ്ങോട്ട് അങ്ങനെ ഇതില്ലെന്ന് തോന്നുന്നു. ആ ഭാഗത്ത് കൊണ്ട് ഓടുന്നു. പിന്നെ മുളകുണ്ടല്ലോ. നമ്മളിങ്ങനെ പറമ്പിൽ പന്നി പിടിച്ച് നമ്മൾ ഇറങ്ങിയിട്ടുണ്ട്. കുറച്ച് തേങ്ങ അടയ്ക്ക വ്യാപാരങ്ങൾ പെറുക്കാൻ വേണ്ടി കയറി വന്നതാണ് ഗൈസ്. എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് പെറുക്കൊണ്ട് പോകാലോ. അപ്പോൾ വന്നപ്പോൾ നമുക്ക് ഇഷ്ടം പോലെ ചക്കയൊക്കെ ഇവിടെ നമ്മുടെ പറമ്പിൽ മൊത്തം വനം പോലെ എടുക്കും. അതിനെ കാർന്നൂരും അതിൻ്റെ ചേരും വരുന്നുണ്ട്. അടയ്ക്ക തേങ്ങ നമ്മുടെ ലക്ഷ്യം. ആ ഒരു ലക്ഷ്യം വെച്ചാൽ അത് പോകുന്ന നമുക്ക് ഭയങ്കര പന്നിശല്യം നട ഇവിടെ പിന്നെ ഇതിലേ നടക്കും. ഇതിലേ വന്നിട്ട് ആ തെങ്ങിലേക്ക് നോക്കും. അതേപോലെ വാഴക്കൊല ഒക്കെ നോക്കണം. കേട്ടോ തേങ്ങ പൊതിക്കുന്നുണ്ടോ? നമ്മൾ മനുഷ്യൻ പൊതിക്കുന്നതിനാണ് പന്നിയും മുള്ളനും തേങ്ങ പൊതിക്കുന്നത്. ഇവിടെയൊക്കെ തേങ്ങ പൊതിച്ച് തിന്നണം. അത് ഒരു ചകിരി മാത്രമേ ഉള്ളൂ. തേങ്ങ കട്ട പോലും കാണാനില്ല ഇവിടെ. ഇതെല്ലാം അത് ഇത് മുള്ളമ്പന്നിയുടെ പണിയാണ് അവിടെ. നോക്കി മൊത്തം വലിയൊരു ഗുഹ പോലെ ഉണ്ടാക്കി വെച്ചേക്കുന്നത്. ആ തേങ്ങ ഉണ്ടോ അതൊക്കെ പന്നിയുടെ പണിയാണ്. തേങ്ങ എല്ലാം പൊതിച്ചിടാൻ ഇതിലൊക്കെ തേങ്ങ പൊതിച്ച് പന്നിയ മുള്ളനായിട്ട് നിന്നിട്ടുണ്ട്. അപ്പോൾ തേങ്ങ ഒന്നുമില്ല കേസ് ഇവിടെ. എല്ലാം ഒരു കുഞ്ഞ് കാണും. ഒറ്റ തേങ്ങ പോലും കാണുന്നില്ല ഇവിടെ. കാട് ഈ തെങ്ങിൻ്റെ തേങ്ങ ഉണ്ടോ നോക്കി. ഇതിന് വേണ്ട തേങ്ങ ഉണ്ടോക്കടാ. ഇതിൻ്റെയൊക്കെ തേങ്ങ ഞങ്ങൾ പറിക്കുക. അതിനും വിചാരിക്കുന്നു തേങ്ങ വെച്ച് തന്നണം. ഇത് കിടക്കണോ അത് ഇടയ്ക്കണ്ട അടി കൊള്ളുന്നത് ഇല്ലേ? എടുത്തുണ്ടോ നോക്കണം. തേങ്ങ ഇനി നോക്കി ചിലപ്പോൾ കിട്ടുമായിരിക്കും. ഉള്ള പ്രതീക്ഷയോടെ നമ്മൾ മുന്നോട്ട് വീണ്ടും നീങ്ങുകയാണ് ഗൈസ്. അതാ ചെരുപ്പ് പോയി. ആ നേരത്തെ നാരങ്ങയില്ലേ? ശേ അതെന്നാ പരിപാടി. ഒരാഴ്ച മുന്നേ വരണ്ടായിരുന്നു. തേങ്ങ വേറെ കിട്ടിയോ? ആ തേങ്ങ